മുണ്ടക്കായി ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ കുടുംബങ്ങൾ നടത്തുന്ന ഗൃഹപ്രവേശന ചടങ്ങ് ഇന്നാണ്. പി.കെ. ബഷീർ MLA മുസ്ലിം ലീഗ് നേതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഈ പ്രോജക്ടിന്റെ ഒരു പ്രധാന കാർമ്മികത്വം വഹിച്ച ആൾ കൂടിയാണ്, നേതൃപരമായ പങ്കാളിത്തം വഹിച്ച ആൾ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ പി.കെ. ബഷീറിനെ സംബന്ധിച്ചും ഇന്ന് വളരെ സന്തോഷത്തിന്റെ ചാരിതാർത്ഥ്യത്തിന്റെ ഒരു നിമിഷവും കൂടിയാണ്. പി.കെ. ബഷീർ, ഇന്നിപ്പോൾ 51 കുടുംബങ്ങൾ അവർ സംഘടിപ്പിക്കുന്ന ഒരു ഗൃഹപ്രവേശന ചടങ്ങോടെ വീടുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്ത ആളെന്ന നിലയ്ക്ക് താങ്കൾ എന്തുമാത്രം സന്തോഷവാനാണ്? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 100% സംതൃപ്തിയും വളരെ ആത്മസംതൃപ്തിയുള്ള ഒരു ദിവസമാണ്. ഫെബ്രുവരി 28-ാം തീയതി നമ്മൾ താക്കോൽ ദാനം നിർവഹിച്ചു. ഇന്ന് അവരെല്ലാവരും കൂടി 51 കുടുംബാംഗങ്ങളും ഇന്ന് അവരാ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം. അതൊന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഇവിടെ വന്ന് നോക്കണം, അവരെ വീട് അവരെല്ലാവരും കൂടി ആ വീട്ടുകാരൊക്കെ നല്ല സെറ്റപ്പാക്കി വെച്ചു. ഈ വീട്ടിൽ അത് കയറി ഈ സ്ഥലവും ഈ അന്തരീക്ഷമൊക്കെ കണ്ടാൽ 1 കോടി രൂപ മതിപ്പില്ല സ്ഥലവും വീടായിട്ട് ഇത് മാറും. അത്രയും നല്ല മനോഹരമായ ഒരു സെറ്റപ്പാണ് ഉള്ളത്. അതിശയോക്തി പറയല്ല, എല്ലാവരുടെ മുഖത്തും വളരെ സംതൃപ്തിയാണ്. ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വിമർശനങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷെ അതൊക്കെ ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങളുടെ ബഹുമാനായ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ബഹുമാനായ കുഞ്ഞാറ്റി സാഹിബും സലാം സാഹിബൊക്കെ ഞങ്ങളോട് അത് ആ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ട് നടന്നപ്പോൾ എല്ലാ തടസ്സങ്ങളും നീക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരുപാട് ആളുകൾ ഞങ്ങളുമായി സഹകരിച്ചു. എല്ലാവരും ഇതിലെ നന്മ കണ്ടു, കുറച്ച് ചില ആളുകൾ വെച്ചിട്ട്. അതുകൊണ്ട് ഈ പദ്ധതി 100% വിജയം വരിച്ചു. ഇന്ന് അവർ നമ്മുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തങ്ങളെയും കുഞ്ഞാറ്റി സാഹിബിനെയും സലാം സാഹിബിനെയും ഞങ്ങളെ ഒക്കെ ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഒരു ഫംഗ്ഷനാണ്. ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ബാക്കി വീടുകളുടെ പണി വളരെ പുരോഗതിയിൽ നടക്കുന്നുണ്ട്. അത് 2 ഘട്ടങ്ങളായി അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അതും അവർക്ക് താമസിക്കാൻ സൗകര്യത്തിൽ വാസയോഗ്യമാക്കി നമ്മൾ നിർമ്മാണം വേഗം പൂർത്തീകരിക്കുകയും ചെയ്യും. വളരെ പി.കെ. ബഷീർ, ഇപ്പോൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ലീഗ് ഒരു ഫണ്ട് പ്രഖ്യാപിച്ച് അതിലേക്ക് ആളുകളോട് പണം അയക്കാൻ ആവശ്യപ്പെടുന്നു. ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് തന്നു. അപ്പോൾ അവരെ ഒരു പ്രത്യേകമായ ആഗ്രഹത്തോടെയാണ് ഈ പണം ലീഗിനെ ഏൽപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം പൂർത്തിയാക്കി ആളുകൾക്ക് കൈമാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. സോ ഈ പരിപാടിയിൽ സാമ്പത്തികമായി പങ്കാളികളായ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, നിങ്ങളുടെ ഫണ്ട് വിജയിപ്പിച്ചവർ, അവരോട് ലീഗിന് പറയാനുള്ളത് എന്താണിപ്പോൾ? അവർ മുസ്ലിം ലീഗ് പാർട്ടിയെ വിശ്വസിച്ചിട്ടാണ് അവരൊക്കെ ഈ പണം തന്നത്. അത് ദുരന്തബാധിതരെ വളരെ നല്ല സത്യസന്ധമായി സുതാര്യമായി മുസ്ലിം ലീഗ് സഹായിക്കും എന്നുള്ള അവർക്ക് നമ്മളുടെ പൂർണ്ണ വിശ്വാസം കൊണ്ടാണ് അവർ ഈ പണം തന്നത്. അവരെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. അവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. അവർ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത്, എങ്ങനെയൊക്കെയാണോ ഈ കാര്യങ്ങൾ നടത്തുന്നത്, അവരുടെയൊക്കെ ആഗ്രഹത്തിനനുസരിച്ച് അവർ തന്ന ഫണ്ടുകളൊക്കെ വളരെ ഭംഗിയായി വിനിയോഗിച്ച് ഈ പ്രയാസം അനുഭവിച്ച ചൂരന്മല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് അത് വളരെ ഭംഗിയായി അവർക്ക് ആശ്വാസം നൽകുന്ന രൂപത്തിൽ വീട് നിർമ്മിക്കാനും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു. അവരോടൊക്കെയുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഞങ്ങൾ രേഖപ്പെടുത്താൻ അവർ ഞങ്ങളിൽ ഏൽപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളിങ്ങനെ സ്വന്തമായി സ്ഥലം എടുത്തിട്ട് ഇങ്ങനെ വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രൊജക്റ്റ് ഉണ്ടായത്. അതിന് പ്രത്യേകിച്ച് വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റായിട്ട് തന്നെ പാർട്ടി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവരുടെയും ആവശ്യം കൂടി പരിഗണിച്ചാണ് സംസ്ഥാന കമ്മിറ്റിയും പാർട്ടി പ്രസിഡന്റൊക്കെ ഇതുപോലുള്ള തീരുമാനങ്ങളെടുത്ത് അതിന്ന് പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. മറ്റു വീടുകളുടെ പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. വയനാടിൻ്റെ കാലാവസ്ഥ സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് ഒരു ഘട്ടം ജൂൺ 30 ആകുമ്പോൾ പൂർത്തിയാവും. പിന്നെ ഒരു ഘട്ടം 2 മാസം കൂടി കഴിഞ്ഞാൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും ബാക്കി മുഴുവൻ പൂർത്തീകരിക്കും. എല്ലാം ഭംഗിയാവും. എല്ലാം നല്ല സൗകര്യങ്ങളുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ വന്നാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും, അത് ആസ്വദിക്കാനും സാധിക്കും.